കൊല്ലം ഓച്ചിറയ്ക്കടുത്ത് സ്ത്രീധനത്തിന്റെ പേരിൽ ഗർഭിണിയായ യുവതിക്ക് നേരെ ഭർത്തൃ വീട്ടുകാരുടെ ക്രൂരമർദ്ദനം. അഴീക്കൽ സ്വദേശിക്കാണ് മർദ്ദനമേറ്റത്. മുഖത്തും ശരീരത്തും പരിക്ക് പറ്റിയ യുവതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗർഭം അലസിപ്പിക്കാൻ ഭർത്താവ് അടിവയറ്റിൽ ചവിട്ടിയെന്ന് യുവതി 24നോട് പറഞ്ഞു. ഭർത്താവിന്റെ അച്ഛൻ അന്നത്തെ ദിവസം ഉപദ്രവിച്ചായിരുന്നു. കുറെ അസഭ്യവും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അന്ന് ഞാൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ അമ്മായിയമ്മയാണ് വന്ന് കതവ് കുറ്റിയിട്ട് ഇവൾ അങ്ങനെ വിടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അമ്മായി ഇപ്പം ബാഗിന് പിടിച്ച് അകത്തോട്ട് വലിച്ച് മകൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. കഴുത്തിനും പുറത്തിനും ഒക്കെ അടിക്കുകയും കുത്തിപ്പിടിക്കുകയൊക്കെ ചെയ്തു. മകൻ ആദ്യം ഓടി വന്നതിന് ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞു, ഞാൻ ഗർഭിണിയാണ്, വീട്ടുകാരോട് വീട്ടുകാർ പറയരുതെന്നാ പറഞ്ഞു. പക്ഷെ ഉപദ്രവിക്കുമ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്കും ഭർത്താവിന്റെ അമ്മ പറഞ്ഞത്, പിന്നെ ഇത് എന്റെ മകന്റെ അല്ല, വേറെ ആരെയോ പിടിച്ചുണ്ടാക്കിയതാണെന്നാണ് പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞ് ചവിട്ടി കലക്കടാന്ന് മകനോട് പറഞ്ഞു. മകൻ ഓടി വന്ന് എന്റെ അടിവയറ്റിനിട്ടൊരു ചവിട്ടുകൊണ്ട് ഞാൻ ഇരുന്നു പോയി. എന്നിട്ട് ഓടി വന്ന് എന്റെ കർണത്ത് എന്ന് വെച്ചാൽ ഇവർക്കറിയാം ഞാൻ എന്ത് ചെയ്താലും ഒഴിഞ്ഞു പോയില്ല. എന്ന് വെച്ചാൽ എന്റെ മാക്സിമം എഫേർട്ട് ഇട്ട് ഞാൻ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കാര്യം എന്റെ അച്ഛനും അമ്മ ഒരുപാട് ബുദ്ധിമുട്ടായിട്ടാണ് എന്നെ കെട്ടിച്ചു വിട്ടത്. അപ്പൊ അവരുടെ വിഷയം എന്റെ ഒരു അനിയൻ നഷ്ടപ്പെട്ടു പോയതാണ്. അപ്പൊ ഇനി എന്റെ ജീവിതം കൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു വെച്ച് ഞാൻ മാക്സിമം എഫേർട്ട് ഇട്ട് പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒഴിഞ്ഞു പോകില്ല എന്ന് അവർക്കറിയാം. അപ്പൊ ദേഹോപദ്രവം ചെയ്താലേ ഒഴിഞ്ഞു പോകുന്നു മനസ്സിലായിക്കൊണ്ടാണ് അവരെന്നോട് ഇത് ചെയ്തത്. എന്നെ മാക്സിമം തറയിലിട്ട് ഉപദ്രവിക്കുകയും ചവിട്ടി ഇടിക്കുകയും കഴുത്തിന് കുത്തിപ്പിടിച്ച് കൊല്ലാന്നൊക്കെ ശ്വാസം മുട്ടിച്ചു. ശ്വാസം കിട്ടാതെ വന്നപ്പോഴത്തേക്കും പ്രാണരക്ഷ എനിക്ക് കിട്ടിയ ഇയാളുടെ ഒരു വിരലാ കിട്ടിയത്. ഞാൻ പിടിച്ചു വെച്ച് കടിച്ചപ്പോഴാണ് ഇയാൾ കൈവിട്ടത്. എന്നിട്ട് ഈ അമ്മായിയമ്മയും അമ്മായിയച്ഛനും പറ്റാവുന്ന രീതിയിലൊക്കെ എന്നോ ഇങ്ങനെ ചീത്ത വിളിക്കുകയും ഇങ്ങനെ ഉപദ്രവിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. യുവതിയുടെ മാതാവ് 24നോട് പ്രതികരിച്ചു ആ അമ്മയുടെ വാക്കുകളിലേക്ക്. പക്ഷെ ഈ ആലോചന വന്നപ്പോൾ പലരും നമ്മളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. കാരണം ഈ പുള്ളിക്ക് കൊച്ചന് ആദ്യം ഒരു കല്യാണം ഉറച്ചിരുന്ന് 8 മാസമോളമായി. കല്യാണത്തിന് നേരെ എടുക്കാനായ സമയത്തും കണ്ട് പുള്ളിക്ക് കൊച്ചന്റെ അച്ഛനും കണ്ട് സ്ത്രീധനം ചോദിച്ചു എന്നുള്ളൊരു കാരണം കൊണ്ടാണ് ആ ബന്ധം പോയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഒരു ബന്ധം, 2 ബന്ധം പോയി. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ ആലോചന 3 വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പം നമുക്ക് ഈ ആലോചന വന്നപ്പോൾ പലരും നമ്മളോട് പറഞ്ഞ് കൊടുക്കരുതെന്ന് പറഞ്ഞു. ഒത്തിരി പേര് പറഞ്ഞു. അപ്പോൾ നമ്മളൊരു 10 ആളെ എടുത്താൽ 8 പേരും കൊടുക്കരുതെന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ വിചാരിച്ചത് ഞാനും ചേട്ടനും മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് നമ്മുടെ കുഞ്ഞിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ ഓടി എത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണ്, അടുത്താണ്, പിന്നെ ഒരു ജോലിയുണ്ട്. അപ്പം അതുകൊണ്ടൊക്കെ കൊണ്ടാണ് നമ്മൾ ഇതിന് നിന്നത്. പക്ഷെ അത് തെറ്റായി പോയി എന്ന് ഇപ്പം ഇവർ വന്നപ്പോഴത്തേക്ക് നമ്മൾ കഴിയുന്നത് ഇവരോട് പറഞ്ഞ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും തരാൻ നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല. പക്ഷെ നമ്മുടെ കയ്യിൽ എന്തുണ്ട് അതിപ്പം തരും. പിന്നെ നമ്മുടെ താമസിക്കുന്ന വീടാണെങ്കിലും പിന്നെ എൻ്റെ മോളൊരു ഡോക്ടറാണ്. പക്ഷെ അവർ പറഞ്ഞ് ഞങ്ങളിതൊന്നും ഉദ്ദേശിച്ചല്ല വന്നത്, അങ്ങനെ വക ഉദ്ദേശിച്ച് വന്നായിരുന്നുവെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വരത്തില്ലായിരുന്നു എന്ന് പറഞ്ഞു. അരുൺ രാജുണ്ട് കൊല്ലത്ത് നിന്ന് വിശദാംശങ്ങളും. അരുൺ, കേട്ടാൽ നമുക്ക് സങ്കടം തോന്നുന്ന വാക്കുകളാണ് ആ പെൺകുട്ടി പറഞ്ഞത്. ജീവൻ രക്ഷപ്പെട്ടത് ഭാഗ്യമെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള കൊടിയ മർദ്ദനം. ഈ സംഭവത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നടപടികളിലേക്ക് പോയിട്ടുണ്ടോ? ഈ ഭർത്താവ് ഒരു സൈനികനാണ് എന്ന് മനസ്സിലാക്കുന്നു. വീട്ടുകാർക്കെതിരെ കേസെടുത്തിട്ടുണ്ടല്ലോ, അതിലെന്തെങ്കിലും നടപടികൾ? 2025 മാർച്ച് മാസത്തിലാണ് അക്ഷയയും അഭിമന്യുവും തമ്മിലുള്ള കല്യാണം നടക്കുന്നത്. ഈ കല്യാണം കഴിഞ്ഞ 3-ാം നാൾ മുതൽ ഈ ഗാർഹിക പീഡനം സ്ത്രീധനത്തിന്റെ പേരിൽ തുടങ്ങി എന്നുള്ളതാണ് ഈ അക്ഷയ നമ്മളോട് വ്യക്തമാക്കുന്നത്. പിന്നീട് ഈ ഓണം വരെയുള്ള നാളുകളിൽ കൊടിയമായ മർദ്ദനം ഭർത്തൃ വീട്ടുകാരുടെ ഭാഗത്തു നിന്നടക്കമുണ്ടായി. കഴിഞ്ഞ മാസം 16-നാണ് ഭർത്താവ് നാട്ടിൽ ലീവിനെത്തുന്നത്. തുടർന്ന് പല കാരണങ്ങൾ ഈ ഭർത്തൃ വീട്ടുകാർ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ ഭർത്താവിനെ കൊണ്ട് അക്ഷയ മർദ്ദിച്ചിരുന്നു എന്നുള്ളതാണ് അക്ഷയ പറയുന്നത്. പലപ്പോഴും ഇത് തന്റെ വീട്ടുകാരോട് പോലും തുറന്നു പറയാൻ അക്ഷയയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. ഒടുവിൽ ഈ ഓണനാളിലാണ് ഈ ഗർഭിണിയായിരിക്കുന്ന അക്ഷയെ വീട്ടുകാരുടെ നേതൃത്വത്തിൽ ഈ ഭർത്താവ് അഭിമന്യുടക്കം മർദ്ദിച്ചതെന്ന് ഇപ്പോൾ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. അക്ഷയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഓച്ചിറ പോലീസ് ഇപ്പോൾ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം അക്ഷയെയാണ് തങ്ങളെ മർദ്ദിച്ചതെന്ന് കാട്ടി ഈ അഭിമന്യുവിന്റെ കുടുംബവും മറ്റൊരു പരാതിയും ഓച്ചിറ പോലീസ് സ്റ്റേഷനിൽ നൽകിയിട്ടുണ്ട്. അഭിമന്യുവിന്റെ കുടുംബം പറയുന്നത് അഭിമന്യുവിന്റെ മുത്തശ്ശിയെ ഇത്തരത്തിൽ താഴെ തള്ളിയിട്ട് കാലിന്റെ എല്ലടക്കം ഒടിഞ്ഞു എന്നാണ്. പക്ഷേ ഇക്കാര്യത്തിൽ കൗണ്ടർ കേസായിട്ടാണ് പോലീസിനെ വിലയിരുത്തുന്നത്. എന്തായാലും സംഭവത്തിൽ ഓച്ചിറ പോലീസ് ഇപ്പോൾ അന്വേഷണം തുടരുകയാണ്. അക്ഷയെ നേരിട്ടത് സമാനതകളില്ലാത്ത പീഡനമാണ് എന്ന് തെളിയിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് അതിന്റെ ദൃശ്യങ്ങളും അക്ഷയുടെ വാക്കുകളും വ്യക്തമാക്കുന്നത്. ചില ഓഡിയോ സംഭാഷണങ്ങളിലടക്കം ഈ സ്ത്രീധനം കുറഞ്ഞു പോയതിന്റെ കാരണത്താൽ ഈ വീട്ടിൽ നിൽക്കാൻ കഴിയില്ല, ഇത് തനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന ഈ അഭിമന്യുവിന്റെ മാതാപിതാക്കൾ പറയുന്ന ശബ്ദ സന്ദേശങ്ങളടക്കം അക്ഷയുടെ പക്കൽ ഉണ്ട് താനും. അക്ഷയ ഒരു വളരെ സാധാരണ നിലയിൽ നിന്ന് വളർന്നു വന്നൊരു കുട്ടിയാണ്. ഈ ഡോക്ടർ പഠനത്തിനടക്കം വലിയ തുക ഈ കുടുംബത്തിന് ചിലവായി. പിന്നീട് 11 ലക്ഷം രൂപയും 28 പവനും കൊടുത്താണ് അക്ഷയെ കല്യാണം കഴിച്ച് വിട്ടത്. പക്ഷേ ഈ തുക കുറഞ്ഞു പോയെന്ന ഒറ്റ കാരണം ചൂണ്ടിക്കാട്ടിയാണ് കല്യാണം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം മുതൽ ഈ ഓണനാളിൽ വരെ ഈ അക്ഷയ്ക്ക് കൊടിയ പീഡനം ഏൽക്കേണ്ടി വന്നത്.
തീർച്ചയായും നീണ്ടകാലം വലിയ മർദ്ദനം, അങ്ങേറ്റം രൂക്ഷമായ കൊടിയ മർദ്ദനം നേരിട്ടാണ് ഒടുവിൽ ആ പെൺകുട്ടി അവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്നത്. ഏതായാലും ജീവൻ രക്ഷപ്പെട്ടത് ഭാഗ്യം. ഏതായാലും ആ ഭർത്താവിൻ്റെ വീട്ടുകാർക്കും ഭർത്താവിനുമെതിരെ പോലീസിന് നടപടി ഉണ്ടാവട്ടെ. അങ്ങേറ്റ സങ്കടം തോന്നുന്ന വാക്കുകളാണ് അക്ഷയുടെ പറഞ്ഞത്. ആ കൊടിയ മർദ്ദനം വിശദീകരിച്ച വലിയ സങ്കടം ഉണ്ടാക്കുന്നതാണ്. അരുൺ രാജാണ് വിശദാംശങ്ങൾ നൽകിയത് കൊല്ലത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.